CP രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയി എന്നതല്ല, NDA തിളക്കമാർന്ന വിജയം നേടി എന്നുള്ളതാണ് പ്രത്യേകത. എന്ന് പറഞ്ഞാൽ എതിർപക്ഷം ഏതാണ്ട് നിഷ്പ്രഭമായി എന്നാണോ മനസ്സിലാക്കണ്ടേ? ഇതിൽ കേരളത്തിലെ ഉൾപ്പെടെയുള്ള സുഡാപ്പികളുടെ വലിയൊരു സ്വപ്നം തകർന്നു പോയി. എന്തൊക്കെ ഭാവനയായിരുന്നറിയോ? ഒരു പ്രസിദ്ധനായ സുഡാപ്പി, പേരൊന്നും പറഞ്ഞ് കൂടുതൽ പ്രസിദ്ധി ഉണ്ടാക്കി കൊടുക്കാൻ ഞാനില്ല, അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു, ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വലിയ സംഭവമായിട്ട് മാറും, മിക്കവാറും ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി ജയിക്കും, ഒരു 15 പേർ മാറി വോട്ട് ചെയ്താൽ മതി, 15 പേര് മാറി വോട്ട് ചെയ്യാൻ. ഇപ്പോൾ JDU ഉണ്ട്, തെലുങ്ക് ദേശം പാർട്ടിയുണ്ട്, ഇവരാരെങ്കിലുമൊക്കെ മാറിയാൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് സുദർശൻ റെഡ്ഡി ജയിക്കും. സുദർശൻ റെഡ്ഡി ജയിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് മോദി സർക്കാരിന് നില പരിഗണില്ല, രാജിവെക്കേണ്ടി വരും. അപ്പോൾ ഉടനെ മോദി ചെയ്യാൻ പോകുന്നത് മോദി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും, അങ്ങനെ രാജ്യം അടിയന്തരാവസ്ഥയിലേക്ക് പോകും. അല്ലെങ്കിൽ സർക്കാർ രാജിവെക്കും, വീണ്ടും തിരഞ്ഞെടുപ്പ് വരും, തിരഞ്ഞെടുപ്പിന് ശുപാർശ ചെയ്യും, അങ്ങനെ പുതിയ തിരഞ്ഞെടുപ്പ്. ഏതായാലും മോദിയുടെ ഭരണം സുദർശൻ റെഡ്ഡിയുടെ വിജയത്തോടുകൂടി അവസാനിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. എത്ര ഉണ്ട് ഭൂരിപക്ഷം? 152 വോട്ടുകളുടെ ഭൂരിപക്ഷം. ഈ YSR കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ ആകെ 439 വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ടെന്നായിരുന്നു NDAയുടെ പ്രതീക്ഷ. എന്നാൽ ഇന്ത്യ മുന്നണി പ്രതീക്ഷിച്ചത് 324 വോട്ടുകൾ കിട്ടുമെന്നാണ്. ഇന്നിപ്പോൾ മനോരമ അതാ മുന്നിരിപ്പില്ലേ, മനോരമയിൽ ഇരിക്കുന്നത് നോക്കിയേ, മനോരമയിലെ പ്രധാന വാർത്ത സിനൊന്ന് വായിച്ചേ. അപ്പം NDAക്ക് തിളക്കമുള്ള വിജയം, CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി, പ്രതീക്ഷിച്ചതിലധികം ഭൂരിപക്ഷം 152 വോട്ട്. പ്രതീക്ഷിച്ചതിലധികം മാത്രം. ഈ പ്രതിപക്ഷത്തെക്കുറിച്ച് എന്താ പറഞ്ഞാൽ, ഇന്ത്യ മുന്നണി തോറ്റുന്നു അതിനകത്തുണ്ടോ? അതായത് പ്രതിപക്ഷത്തിന് 300 വോട്ട് കിട്ടിയുള്ള അല്ല, എന്താ പ്രതിപക്ഷം? സാധാരണ അങ്ങനെയല്ല, ഇന്ത്യ മുന്നണി എന്നല്ല, ഇന്ത്യ മുന്നണി എന്ന് പറയുന്നില്ല. മനോരമ ഇന്ന് ഇന്ത്യ മുന്നണിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അത് മാറ്റിയിട്ട് പ്രതിപക്ഷം ഇന്ത്യ മുന്നണി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അപ്രസക്തമായി. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടത് 13 പേര് വോട്ട് ചെയ്തില്ല. BJD, അകാലിദൾ, BRS തുടങ്ങിയവർ വോട്ട് ചെയ്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ അസാധു 15 വോട്ടുകൾ അസാധുവായി. ഇപ്പോൾ ഇതൊന്നുമല്ല ഇതിനകത്ത് കണക്ക്. NDAക്ക് 452 വോട്ടുകൾ കിട്ടി ഉപരാഷ്ട്രപതിയായിട്ട് CP രാധാകൃഷ്ണൻ. പ്രതിപക്ഷത്തിന് 300 വോട്ടുകളാണ് ഇപ്പോൾ. ഇപ്പോൾ കയ്യിലുള്ള വോട്ടുകൾ തീർന്നു. ഇപ്പോൾ ഒരു വലിയൊരു തിയറി ഇങ്ങനെ ഉണ്ടാക്കി വന്നത് ധൻഖർ. ഈ അവസാന കാലത്ത് ധൻഖർ എടുത്ത നിലപാടെന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് അനുകൂലമായി നിലപാടെടുക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ കൂടിയാണല്ലോ ധൻഖറിന് രാജിവെക്കേണ്ടി വന്നത് എന്നത് നമ്മൾ ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ട്. ധൻഖർ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുന്നു, കെജ്രിവാളിനെ വിട്ടുവിളിക്കുന്നു, രാജിവെക്കുന്നതിന് മുമ്പ് 42 മിനിറ്റ് ജയറാം രമേശുമായിട്ട് സംസാരിക്കുന്നു. ഇങ്ങനെ BJPയുടെ ഉപരാഷ്ട്രപതിയായിരിക്കെ പതുക്കെ പ്രതിപക്ഷ ക്യാമ്പുകളുമായി അടുപ്പം കാണിച്ചുകൊണ്ടാണ് ധൻഖറിൻ്റെ നീക്കങ്ങളുണ്ടായിരുന്നത്. ഇപ്പോൾ ധൻഖർ ഇപ്പോൾ ദക്ഷിണേന്ത്യൻ നേതാക്കന്മാരായ സ്റ്റാലിൻ, സിദ്ധരാമയ്യ, ചന്ദ്രബാബു നായിഡു ഇവരുമൊക്കെ ആയിട്ട് ചില ഓപ്പറേഷൻ നടത്തുന്നു. ഒഡീഷയിലാണെങ്കിൽ നവീൻ പട്നായിക്കിൻ്റെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുന്നു. അങ്ങനെ ധൻഖറിൻ്റെ നേതൃത്വത്തിൽ ഒരു നീക്കങ്ങളൊക്കെ നടത്തിയിട്ട് മോദിക്കെതിരെ വോട്ടുകൾ സമാഹരിക്കുക, എങ്ങനെയെങ്കിലും NDA സർക്കാരിനെ താഴത്ത് വീഴ്ത്താനുള്ള ഒരു അവസരമായിട്ട്. ഇപ്പോൾ ബീഹാറിലാണെങ്കിൽ വോട്ട് യാത്രയൊക്കെ കഴിഞ്ഞു. അപ്പോൾ NDA ഒരു വിള്ളലുണ്ടാക്കാം. വോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് മലേഷ്യയിലെ സർവീസൊക്കെ കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട്. അപ്പോൾ വല്ലാത്തൊരു മൊമെൻറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നീക്കം എന്ന തരത്തിൽ സ്വപ്നം കണ്ടത് കേരളത്തിലെ സുഡാപ്പികളാണ്. കേരളത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ ആൾ എന്തൊരു ഭാവനയായിരുന്നറിയോ? അദ്ദേഹം ഇങ്ങനെ ഈ സർക്കാർ ഇപ്പോൾ വീഴുകയാണ്, സർക്കാർ വീണാൽ മിക്കവാറും അടിയന്തരാവസ്ഥ വരും, അടിയന്തരാവസ്ഥ വന്നാൽ അതിഭീകരമായ നരനായാട്ടായിരിക്കും മോദി നടത്താൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് BJP MLA വരെ തിരിച്ചുവിട്ടി. അതൊരു ഫേക്ക് സ്റ്റോറിയാണ്. കാരണം ആൾട്ടർനേറ്റ് മീഡിയ എന്ന് പറയുന്ന ഒരു ചാനൽ 2 ആഴ്ച മുമ്പ് ഉണ്ടാക്കിയെടുത്തൊരു കുക്ക്ഡ് അപ്പ് സ്റ്റോറിയാണ്. അതെനിക്കൊന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ ചർച്ച ചെയ്തു. അങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ ആൾട്ടർനേറ്റ് മീഡിയ ഒരു 2 ആഴ്ചക്ക് 2-3 ആഴ്ചക്ക് മുമ്പ് ഇങ്ങനെ മോദി BJPയിൽ നിന്നും 35 MLA വരെ കാലുമാറാനുള്ള നീക്കം നടക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് ഉള്ള ഈ ബീഹാറിലെ യാത്ര, രാഹുൽ ഗാന്ധിയുടെ യാത്ര കഴിഞ്ഞാണ് 35 MLA BJPയിൽ നിന്ന് രാജിവെച്ച് വരുന്നു പറഞ്ഞ് ഒരു ദിവസം മാത്രം ലൈഫുള്ള ഒരു സ്റ്റോറി ആൾട്ടർനേറ്റ് മീഡിയ എന്ന് പറഞ്ഞ ഒരു ചാനൽ, ഇംഗ്ലീഷ് ചാനലാണ്. ആ ചാനൽ പൊട്ടിച്ചു. ഇത് പിന്നീട് ചില സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. പക്ഷേ അത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കണക്കുകളും തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് പിറ്റേ ദിവസം ഒരു ദിവസത്തിനപ്പുറത്തേക്ക് അതിന് ആയുസ് ഉണ്ടായില്ല. പിന്നെ ഇപ്പോഴാണ് ഈ ഇംഗ്ലീഷൊക്കെ വായിച്ച് മനസ്സിലാക്കുന്ന മലയാളികളുടെ എണ്ണം കുറവായതുകൊണ്ട് ഇപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ചില ചാനലുകളൊക്കെ ഈ ആൾട്ടർനേറ്റ് മീഡിയയുടെ ഈ വാർത്ത അവർ തന്നെ ഉപേക്ഷിച്ചൊരു വാർത്ത, എനിക്കൊന്ന് അവർ ആ വാർത്ത വിഡ്രോ ചെയ്തിട്ടുണ്ടെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം അത് മൊത്തത്തിലൊരു ഫേക്ക് സ്റ്റോറിയായിരുന്നു. പക്ഷേ അതിൽ നിന്ന് കിട്ടിയ 1-2 വരി എടുത്ത് വെച്ചിട്ട് 35 BJP MLA BJP വിടുന്നു. നിതിൻ ഗഡ്കരി
നിതിൻ ഗഡ്കരിയാണ് ഈ പുതിയ നീക്കത്തിന് പിന്നിൽ. നിതിൻ ഗഡ്കരി E20 എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടല്ലോ. E20 എന്ന് പറഞ്ഞാൽ ഈ എത്തനോൾ പെട്രോളിലൂടെ കലർത്തി എന്താണ് നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന സിസ്റ്റം 2030 സമ്പൂർണ്ണമായി കൊണ്ടുവരണം എന്നുള്ള പദ്ധതി വളരെ വേഗം ഇപ്പോൾ നടപ്പാക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ആദ്യം ഉണ്ടായത് അരി ഉണ്ടല്ലോ, വലിയ തോതിൽ FCIയുടെ അരി, നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. FCIയുടെ അരി മുഴുവൻ വാങ്ങിയിട്ട് എത്തനോളാക്കി മാറ്റുന്നു, അതുകൊണ്ട് അരിക്ഷാമം ഉണ്ടാകുന്നു, അരിക്ക് വില കൂടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അരി FCIയുടെ ഗോഡൗണുകളിൽ ഇഷ്ടം പോലെ മിച്ചം കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ മിച്ചമുള്ള അരി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അത് മാത്രമല്ല, പിന്നീട് ഒരു സ്റ്റോറി വന്നത് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ വാഹനങ്ങളുടെ എഞ്ചിൻ മുഴുവൻ തകരാറാവുന്നു, അരിക്ക് വില കൂടുന്നു. പക്ഷേ കർഷകർക്ക് 10,000 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായി. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് E20 പദ്ധതി നടപ്പാക്കുന്ന ഗഡ്കരിയുടെ മകനാണ്. ഗഡ്കരിയുടെ മകൻ്റെ കമ്പനിക്ക് 1800 ടൈംസ് 1800 ഇരട്ടി ലാഭമുണ്ടായി. അപ്പോൾ ഇതിൽ നരേന്ദ്രമോദി അറിയാതെ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ഇതിപ്പോൾ നടപ്പാക്കുന്നത്. അതിൽ നീരസമുണ്ട്. ഗഡ്കരിക്കെതിരെ നടപടി വരും. അതിനു മുമ്പേ മോദിയെ അട്ടിമറിക്കാൻ വേണ്ടി ഗഡ്കരിയുടെ സ്വാധീനവും മറ്റ് സാമ്പത്തിക ലോബികളും ചേർന്ന് 35ഓളം MPമാരെ അട്ടിമറിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റോറികൾ നോർത്ത് ഇന്ത്യൻ മീഡിയകളിലൊക്കെ ഈ ഓൺലൈൻ ആൻറ്റി മോഡി ആൻറ്റി BJP ഈ ഓൺലൈൻ ചാനലുകളിൽ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഓടുന്നുണ്ട്. അതിന് അവർ കണ്ടൊരു അവസരമാണ് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ പാർലമെന്റിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ പാർലമെന്ററിയന്മാരിൽ കുറേ പേര് മാറും എന്നുള്ള ഒരു സ്പെക്കുലേറ്റീവ് സ്റ്റോറി ഇവർ വല്ലാതെ അടിച്ചിട്ടു. പക്ഷേ അത് നോക്കൂ, നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളും ഒന്നും ഇതിനോട് കമൻറ്റ് ചെയ്തില്ല. ഗഡ്കരി മിണ്ടിയില്ല, അമിത്ഷാ മിണ്ടിയില്ല, മോദി മിണ്ടിയില്ല. അവരവരുടെ പണി ചെയ്തു. BJPക്ക് അറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. അവർ ഈ വാചകടിയോ അല്ലെങ്കിൽ ഫേക്ക് നറേറ്റീവ്സോ ഉണ്ടാക്കാതെ ഒന്നും പറയാതെ വളരെ സൈലൻ്റ് ആയിട്ട്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ CP രാധാകൃഷ്ണൻ സാധാരണ ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി ഈ പാർലമെൻറ്റ് അംഗങ്ങളെയൊക്കെ കാണുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇവിടെ ആരും വന്നിട്ടില്ല അല്ലേ? കേരളത്തിലേക്ക് വന്നിട്ട് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വരും, MLAമാരെ കാണാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. ഇക്കുറി പക്ഷേ അങ്ങനെ സ്ഥാനാർത്ഥികൾ വന്നിട്ട് ആരെയും സംസ്ഥാനങ്ങളിൽ വന്നിട്ട് പിന്തുണയൊന്നും തേടിയില്ല. CP രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിജയം തുടക്കം മുതലേ ഉറപ്പായിരുന്നു. മാത്രമല്ല BJP ഇത്തരം പ്രൊപ്പഗാൻഡയ്ക്കൊന്നും പോകാതെ സൈലൻ്റായിട്ട് അവിടെ പണി ചെയ്തു. അമിത്ഷായ്ക്ക് വളരെ കൃത്യമായി എന്തു ചെയ്യണം, എവിടെ കരുക്കൾ എങ്ങനെ നീക്കണമെന്ന് അറിയാമായിരുന്നു. അത് കൃത്യമായി കരുനീക്കി. ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് അവരുടെ പക്ഷത്തുള്ള വോട്ടുകൾ പോലും നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടായിരിക്കും. ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് വരികയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലും ഒരൊറ്റ ആളുടെ വോട്ടെങ്കിലും കൂടുതൽ വാങ്ങാൻ, അല്ലെങ്കിൽ NDA മുന്നണിയുടെ ഒരോട്ടെങ്കിലും കുറയ്ക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വലിയ രാഹുൽ ഗാന്ധിക്ക് ഒരു മുന്നോട്ട് പോകാനുള്ളൊരു പ്രവേഗം കിട്ടുമായിരുന്നു. ഇപ്പം സംഭവിച്ചിരിക്കുന്നത് എന്താണ്? കയ്യിലുള്ളതും പോയി. ബീഹാർ ഇപ്പോൾ മലർത്തിയടിക്കും, ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പ് നടന്നു. ഇപ്പോൾ പറയും തേജസ്വി പറയുന്നത് ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണെന്നാണ്. ഇപ്പോൾ അടുത്ത പ്രധാനമന്ത്രിയാകുന്നു എന്ന് പറയുന്ന ആൾക്ക് സ്വന്തം പക്ഷത്തുള്ള MPമാരെ മുഴുവൻ പേരെ കൊണ്ടും വോട്ട് ചെയ്യിപ്പിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ 324 വോട്ട് കിട്ടാനുള്ള സാധ്യത കോപ്പതിന് അവർക്കുണ്ട്. 324 വോട്ടുകൾ വരെ നമുക്ക് തലയിടയെ പറയാം അവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 300 വോട്ടേ കിട്ടി, 24 വോട്ടുകൾ അവിടെ പോയി. 15 പേര് വോട്ട് ചെയ്തില്ല. 15 പേര് വോട്ട് ചെയ്തില്ല. 13 പേര് വോട്ട് ചെയ്തില്ല. 15 വോട്ടുകൾ അസാധു. ഈ 15 വോട്ട് അസാധുവായ 15 വോട്ടുകളും ഇന്ത്യ മുന്നണിയിലായിരിക്കാം. കാരണം BJPയെ സംബന്ധിച്ച് BJP കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നമ്മൾ കണ്ടതല്ലേ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ എങ്ങനെ വോട്ടെടുക്കണം എന്നുള്ള പരിശീലനം കൊടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിൽ മുന്നിരിക്കേണ്ട ആളാണ് പ്രധാനമന്ത്രി ഏറ്റവും പുറകിലിരുന്നത്. കാരണം സാധാരണ പാർലമെന്ററി പാർട്ടിയുടെ ഒരു വർക്ക്ഷോപ്പിൽ ഞാനൊരു സാധാ പാർട്ടി MP മാത്രമാണ്, എല്ലാവർക്കും സമരാണ്. ഏറ്റവും പുറകിലിരുന്നുകൊണ്ടാണ് മോദി അതിൽ പങ്കെടുത്തത്. അപ്പോൾ കൃത്യമായി അതിൻ്റെ ട്രെയിനിങ്ങും ഒക്കെ കൊടുത്തു. ഈ ഇന്ത്യ മുന്നണി MPമാരെ വോട്ട് ചെയ്യുന്ന കാര്യം പഠിപ്പിച്ചതായിട്ട് എവിടെയെങ്കിലും കണ്ടിട്ടില്ല. കാരണം ഈ വാചകടിയല്ലാതെ അവർക്കറിയാം ജയിക്കാൻ പോകുന്നില്ല, കയ്യിലുള്ളതൂടെ പോവുകയാണ്. ഇനിയിപ്പോൾ ഈ DMK അടക്കമുള്ള പാർട്ടികളുണ്ടല്ലോ, ദക്ഷിണേന്ത്യൻ പാർട്ടികളുടെ വോട്ടുകൾ, ഈ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ വോട്ടുകൾ എത്ര എണ്ണം അനുകൂലമായി NDAക്ക് അനുകൂലമായി പോൾ ചെയ്തു എന്നൂടെ ആലോചിക്കണം. കാരണം ഒരു തമിഴന് രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിലെത്താനുള്ളൊരു അവസരമാണ്. അതിനെതിരെ ഒരു നിലപാടെടുക്കുക വഴി തമിഴൻ്റെ ഒരു അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് DMK എടുത്തത്. അതിൽ പ്രതിഷേധമുള്ള ഏതെങ്കിലും DMK MPമാർ മാറി വോട്ട് ചെയ്തോ എന്ന് അറിയാനിരിക്കുന്നുണ്ട്. എനിക്കൊന്നും അറിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം രഹസ്യ വോട്ടെടുപ്പ് ആയതുകൊണ്ട് ആർക്കൊക്കെ ചെയ്തു എന്ന് അറിയാൻ കഴിയില്ല. ഏതായാലും
രഹസ്യമായി വോട്ടെടുപ്പ് നടന്നപ്പോൾ കയ്യിലുള്ള 24 വോട്ടുകൾ നഷ്ടപ്പെട്ട് ദയനീയമായി അരശുമൂട്ടിൽ അപ്പുക്കുട്ടൻ അടുത്ത കാവില പൂരത്തിന് വേണ്ടി നിൽക്കുകയാണ്. ആ കാവില പൂരം ബീഹാറിലാണ്. അവിടെയും സ്ഥിതി മറ്റൊന്നായിരിക്കില്ല. അപ്പോൾ വരുമ്പോഴത്തേക്ക് ദാ വന്നിരിക്കുന്നു നിന്റെ മോൻ, ബൂസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് വരും. ഏതായാലും മലേഷ്യയിൽ നിന്ന് വന്നതിന് ശേഷം ഒരു വീഡിയോ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി മലേഷ്യയിൽ നിന്ന് വന്നതിന് ശേഷം നടുവിനെന്തോ പിടുത്തമുള്ള പോലെയാണ് നടക്കുന്നത്. വീഡിയോ നടപ്പിലൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ഈ ടൂ വീലറൊക്കെ ഓടിച്ച് നടന്നതിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.